ഹായ് കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ ഒരു കുക്കിംഗ് റെസിപ്പിയാണ് കേട്ടോ വന്നേക്കുന്നത്. കൊഴിയാള മീൻകറി എങ്ങനെ സിമ്പിളായിട്ട്, അതായത് ചക്ക ചീനിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന കൊഴിയാള മീൻകറി നമുക്ക് ചാറൊക്കെ നല്ല രീതിക്ക് കട്ടിക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും പൊതുവേ നമ്മുടെ കൊല്ലം കൊട്ടാരക്കര സൈഡിലും അങ്ങനെയല്ല, എല്ലാ സൈഡിലുള്ളവർക്കും അത്യാവശ്യം നല്ല രീതിക്ക് മീൻകറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് മീൻകറി ഉണ്ടാക്കുന്നത് കോട്ടയം സൈഡാണെന്ന് തോന്നുന്നു. അപ്പോൾ മുളകും പുളിയൊക്കെ ഇട്ട് വെക്കാൻ കോട്ടയം സൈഡിലുള്ളവർക്കാണ് കൂടുതൽ നല്ലതായിട്ട് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാൻ ഞാൻ കുറച്ച് കൊഴിയാള മീനിന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായ ഞാൻ എത്ര മീനൊന്നും കാണിക്കുന്നില്ല, കഴുകി കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് കരുതി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിനാവശ്യമായിട്ട് ഞാൻ എടുത്തേക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു പകുതി തക്കാളിക്കാണ് കേട്ടോ. ഒരു തക്കാളിക്ക് വേണമെങ്കിൽ ഇടാം, ഞാനൊരു ചെറിയൊരു പീസ് മതിയായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എടുത്തത്. പിന്നെ ചിലർ തക്കാളിക്ക് അരച്ച് ചേർക്കാറുണ്ട്, വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഇച്ചിരി കട്ടി നല്ല രീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ അരച്ച് ചേർത്താലും മതി, ഇല്ല ഇങ്ങനെ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കടുകിട്ടു, അതിൻ്റെ ഒപ്പം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് എടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതായത് തക്കാളി ഇടുമ്പോൾ തക്കാളിയുടെ ഒരു ഉടഞ്ഞു കിട്ടണം, ആ തക്കാളി നല്ല രീതിക്ക് ഉടഞ്ഞു കിട്ടണം എണ്ണയിൽ കിടന്നിട്ട്. ആ ഒരു പരുവത്താണ് നമുക്ക് മൂപ്പിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ മൂപ്പിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഓരപ്പൊടി പിന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാവർക്കും മീൻകറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. ഈ കൊച്ചെന്താ ഇങ്ങനെ സ്പെഷ്യലായിട്ട് മീൻകറി ഉണ്ടാക്കണമെന്ന് ചിന്തിക്കേണ്ട. കാരണം നമുക്ക് അറിയാവുന്ന ഒരു ചെറിയൊരു കുക്കിംഗ്, ആ ഒരു കുക്കിങ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കുന്നതെന്ന്, ഒന്ന് മുളകും പുളിയൊക്കെ ഇട്ട് എങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കുന്നതെന്ന് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഞാനത് നല്ല രീതിക്ക് വഴണ്ട് വന്നപ്പോഴേക്കും കുറച്ച് ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും, ഞാൻ സാധാരണ മുളകും പുളിക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കാറുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഇച്ചിരി കട്ടി വേണം, അതുകൊണ്ട് ചാറിനെടുക്കുമ്പോൾ ഇച്ചിരി കട്ടി വേണം, അതിൻ്റെ പേരിന് ഞാൻ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. പൊതുവേ ഇങ്ങോട്ടുള്ളവരും മല്ലിപ്പൊടി ചേർക്കാറില്ല മുളകും പുളിക്കൊന്നും. പിന്നെ അന്നത്തേക്ക് എടുക്കുന്നതിനാണെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ട്. അല്ല നമ്മൾ ഫംഗ്ഷനും കാര്യങ്ങളും ചൂര മീൻകറി അങ്ങനെയൊക്കെ വലിയ മീൻകറി വെക്കുവാണെങ്കിൽ പൊതുവേ മല്ലിപ്പൊടി ചേർക്കാറില്ല. അത് കഴിഞ്ഞ് നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയുടെ കളറ് മാറും, ആ ഒരു സമയം വരെ നമ്മളൊന്ന് മൂപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ തീ കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ മൂപ്പിച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പും ഇട്ട് പുളി കഴുകി വെച്ചിട്ടുണ്ട്, പുളിയും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അതായത് മീൻ ചാറ് തിളച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മീൻ ഇട്ട് കൊടുക്കേണ്ടത്. അത് ആദ്യമേ പറയാം, മീൻ ചാറ് നല്ല രീതിക്ക് തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത്. അതിന് മുമ്പ് നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിടണ്ട. ഈ ഒരു ടൈമിലാണ് ഉപ്പും പുളിയൊക്കെ ചേർത്ത് നമ്മൾ അടച്ച് വെക്കുക. നല്ല രീതിക്ക് തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് മീൻ ഇട്ട് കൊടുക്കുക. പിന്നെ ഇളക്കാനൊന്നും നിൽക്കരുത്. മീൻ നിവക്കെ വെള്ളം നമുക്കറിയാമല്ലോ, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ചട്ടിയാണെങ്കിൽ മീൻ എത്ര മീൻ കാണും, എത്ര നിവക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ. ആ ഒരു നിവക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാറ് നല്ല രീതിക്ക് തിളച്ച് ഞാൻ മീൻ വാരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മളൊരു നല്ല രീതിക്ക് തീ നല്ല ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. ഈ മീൻ നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞ് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് അങ്ങനെ ഫ്ലെയിം കുറച്ച് വയ്ക്കുമ്പോഴേക്കാണ് നല്ല രീതിക്ക് ഒന്ന് കുറുകി സെറ്റായി വരുന്നത്. ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും വലിയ എന്തോ സംഭവമാണെന്ന്, പക്ഷെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള വീഡിയോ തന്നെയല്ലേ. സാധാരണ ഗൾഫിലൊക്കെ താമസിക്കുന്നവർക്ക് ഈ കുക്കിംഗ് വലിയ പാടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ തട്ടിക്കൂട്ടൽ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ദാണ്ടെ നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട്. അത് ഞാനൊരു നല്ല രീതിയിൽ തിളച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അടച്ചു വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല തിളപ്പൊക്കെ നിന്ന് സൂപ്പറായിട്ട് പറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ഫൈനൽ സ്റ്റേജ് ഇതാണ് മീൻ്റെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.